എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഒരു സർപ്രൈസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം നമ്മൾ ആദ്യം വന്നത് സ്നേഹയുടെ വീട്ടിലാണ്. അന്നേരം കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവാണ്. അവർക്കും അറിയത്തില്ല ഞങ്ങളിവിടെ വന്ന കാര്യം. അന്നേരം നമ്മുടെ കൂടെ അപ്പച്ചനും അമ്മയുണ്ട്. അപ്പച്ചനും അമ്മയുണ്ട്. അന്നേരം അവർക്കും പിന്നെ എന്താ പറയുന്നത്, അവരും കൂടെ അങ്ങോട്ട് പോയിട്ട് എല്ലാം കൂടെ ഞെട്ടുമായിരിക്കും അല്ലേ? ഇതൊരുമാതിരി പറഞ്ഞു പറയിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അമ്മ അന്നേരം സന്തോഷമാണ്, അപ്പച്ചനും അമ്മയ്ക്ക് സന്തോഷമാണ് അങ്ങോട്ട് പോകുന്നത്. സന്തോഷത്തോട് തന്നെയാണ്. അപ്പനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ റോഡ് ഏതാ? ഇത് കൊച്ചി റോഡ്, അരൂരേക്ക് പോണ റോഡാണ്. കൊച്ചി അവസാനിക്കാൻ പോണേ, കഴിയുമ്പോഴാണ് അരൂര്. അരൂർ പാലത്തിലേക്ക് കയറണേ. ആ വല കാണിച്ചാൽ കാണാൻ പറ്റും. അത് മറ്റേ അതെന്താ സംഭവം? ഇത് കമ്പവല, ചീന വല എന്ന് പറയും. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചീന വല എന്ന് പറയും. അപ്പൊ ഇത് കൊച്ചിയിലെ ഒരു പ്രത്യേകതയാണെന്നുള്ളതാണ് ചീന വല. ആദ്യം തന്നെ ആലപ്പുഴ ജില്ലയെ വേർതിരിക്കുന്ന പാലമാണിത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ഇപ്പൊ അരൂര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എരമല്ലൂര്. അല്ല, മെയിൻ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ആലപ്പുഴ, പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ആലപ്പുഴ, കായംകുളം, ആലപ്പുഴ കഴിഞ്ഞ് കായംകുളം കഴിഞ്ഞ് ഹരിപ്പാട്. നമ്മള് കായംകുളം കഴിഞ്ഞ് തിരിഞ്ഞ് മറ്റേ നമ്മള് കൊട്ടാരക്കര വഴി ടച്ച് വഴി അങ്ങനല്ലേ പോകുന്നത്? അതാ നമുക്ക് എളുപ്പം. നമ്മള് കൊല്ലം പ്രോപ്പർ അല്ല, കൊല്ലം ഇവിടെ ഒരു പുതിയതായിട്ട് വന്നേക്കണ പാലം. പുതിയതെന്ന് പറഞ്ഞാൽ 5-6 കൊല്ലമായി. ഇവിടെ നിന്ന് നേരെ കിഴക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, നമ്മള് ഇതായി പാലമാണോ? അങ്ങോട്ടാണോ പാലം? വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഈ ഏരിയയിലാണ്. ഇത് ആര്യപ്പള്ളി. നല്ല പള്ളി കേട്ടോ, അത് പുതിയ പള്ളിയാണിത്. നല്ല പള്ളിയേ, അടിപൊളി. ശരിക്കും നമ്മള് രാത്രി കണ്ടപ്പോഴത്തേനെ നിങ്ങക്ക് എന്താ ഫീലിംഗ് വന്നേ? ഞങ്ങള് വരുമെന്ന് ഒരു കാര്യം അറിയത്തില്ല. ഞാൻ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ വിളിച്ച് സംസാരിക്കണേ. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, അടുത്ത വീട്ടിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ട് ഇത് സമയം സാർന്നല്ല, അങ്ങനെ പട്ടിയാണെങ്കിൽ എന്റെ അടുത്തുനിന്ന് ചാടി ഓടി വന്ന് കൊരയാ വെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, നിങ്ങളെന്താ അമ്മിക്കാണ് ആദ്യം ഒച്ചെടുക്കാൻ എന്താടി എന്ന് പറയുന്നുണ്ട്. പേടിച്ചൊന്നും പോയില്ല. അപ്പൊ ആരോ കാര്യമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാം. റോഡ് പണിയൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലേ? റോഡിന്റെ വീതി കൂട്ടുവാ വെച്ചത്. വീതി കൂട്ടണം. 4 വരി പാതയാക്കാനാ അതിന്റെ പണി നടന്നോണ്ടിരിക്കുന്നത്. ഈ സൈഡ് നമ്മള് കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിന്റെ അടുത്ത് നിർത്തിയേക്കുവാണ്. കരിക്കാരനെ കാണാനുമില്ല. അങ്ങനെ കൊറേ നേരം തപ്പി ഇടുന്നെങ്കിലും കിട്ടിയല്ലേ കരിക്ക്? മേഡത്തിന് കൊടുക്ക്. എനിക്ക് കറക്റ്റ്, എനിക്ക് ഇതാ ഇഷ്ടം. ആലപ്പുഴ വഴി പൊക്കോണ്ടിരിക്കുവോ? അവിടെ ഇത് ചെയ്യുന്നുണ്ട്. പുന്നമട കായലിലോട്ട് പോകുന്ന റൂട്ട്. കുഞ്ഞൻ മറ്റേ അങ്ങനെ കായലിൽ ഇങ്ങനെ ഇനി 3 മണിക്കൂറോളം ഉണ്ടാവും അല്ലേ? ഏകദേശം 3 മണിക്കൂർ. എനിക്ക് ഊണ് മതി. സ്പെഷ്യൽ എന്താ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് സൈഡിലും കായലല്ലേ? 2 സൈഡിലും ഇതൊക്കെ ഇത് റോഡ് പണിയാൻ വേണ്ടി അടിച്ചിട്ടേക്കുന്നതാണോ? റോഡ് പണിയാൻ വേണ്ടി പൊളിച്ചതാ. മൊത്തത്തിൽ അങ്ങ് അടിപൊളിയാവും അല്ലേ റോഡുകള്? അല്ലാണ്ട് ഇത് വെറുപ്പില്ല. നേരെ മുരളി ഹോട്ടലിൽ കയറി നമ്മള് ലഞ്ച് കഴിക്കാം.
അത് സാമ്പാർ. മോരും സാമ്പാറും ഇതെന്ത് പച്ചമോരോ? സാമ്പാർ കഴിക്കാൻ കുറച്ച് ആദ്യം. ഇത്തിരി ഒഴിക്കുക ആദ്യം. സാമ്പാർ ഞങ്ങളുടെ കരിമീൻ അവിടെ റെഡിയാണ്. ഒരു കരിമീൻ ഫ്രൈ ഉണ്ട്. ഇതുവഴി വന്നിട്ടുണ്ടാവും. നേരെ അടൂര് പോകുന്നത് ഇത് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ നേരെ കൊല്ലത്ത് പോയിട്ട് കൊല്ലത്തുനിന്ന് പിന്നെ പോകണം. അത് ഭയങ്കര ചുറ്റാണ്. അത് നമ്മൾ അടൂര് വഴി പോകുന്ന ഈ റൂട്ടിൽ കയറി നേരെ കൊട്ടാരക്കര ചെന്നിറങ്ങി കൊട്ടാരക്കരയിൽ നിന്ന് നേരെ ആയൂർ. അവിടെ അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര ബ്ലോക്കാണ് ഈ കാണുന്നത്. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയത്. അങ്ങനെ നമ്മൾ ആയൂരെത്തി. ഞാൻ കളിച്ചു വളർന്ന സ്ഥലം. കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ്. 4 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. എന്തൊക്കെയാ മാറ്റങ്ങളുള്ളതെന്ന് നോക്കാം. അയ്യോ ആയൂരെത്തി. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതേണൊക്കെ തന്നെ ആയിരുന്നു ഏകദേശം. തിരിച്ചു പോവും. അതൊക്കെ കഴിഞ്ഞ് ഏതാ പപ്പ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. പപ്പ എന്നറിയ ഇവിടെ എവിടെങ്കിലും കാണും. മറ്റേ ആ കടയിൽ കാണും. അവിടെ നിർത്തിയിട്ടിട്ട് ചോദിക്കാം, വിളിച്ചു ചോദിക്കാം. അപ്പച്ചൻ വിളിച്ചു ചോദിച്ചേ. അപ്പച്ചൻ വിളിച്ചേ. പപ്പ എവിടെയാണ്? ഞാൻ ആയൂരുണ്ട്. ആയൂര് എവിടെ നിൽക്കണ്? തങ്കച്ചന്റെ കടയിലാ? ഓക്കെ. എവിടെ തങ്കച്ചന്റെ കട? എവിടെ? എനിക്കറിയാം. നമ്മളിപ്പോ അതുവഴി വന്നത്. ഇപ്പൊ നോക്കണം വെളിയിറങ്ങി നിൽക്കും. അപ്പൊ വെളിയിറങ്ങി ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോ. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിട്ടത്തില്ല. ഞെട്ടിയോ? സർപ്രൈസ് ആയി പോയല്ലോ. സർപ്രൈസ് ഉണ്ടാക്കി എല്ലാവർക്കും. വെള്ളം കുടിക്കാ. ഇന്നോട് അങ്ങനെ അടുത്താ. ഇന്നോട് കുടിക്കാ. ആദ്യം പപ്പ നമ്മളെ കണ്ടപ്പോഴേ മനസ്സിലായില്ല കേട്ടോ. അവിടെ കിടന്ന് പരന്ന് എന്തുവാ സംഭവം. എന്നിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങളെ കണ്ട അല്ല ആദ്യം ഞങ്ങളെ കണ്ടോ മനസ്സിലായില്ലോ. അപ്പക്ക് അതല്ല അവിടെ വെച്ച് ഞങ്ങൾ കാർ വിടുന്ന സമയത്ത് മനസ്സിലായില്ല. എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അമ്മച്ചി ഒരു ഞെട്ടക്കൻ വെള്ളപ്പൊക്കം വന്നപ്പോ കയറിയായിരുന്നു. ഇല്ല കുഴപ്പമില്ല. ഒരു വല്ലാത്ത സർപ്രൈസ് ആയിട്ടോ. സർപ്രൈസ് ഒക്കെ മമ്മിക്ക് നല്ല സർപ്രൈസ് ആവുമായിരിക്കും. അമ്മ ആരാ നോക്ക്. രാജല്ല ആരാ അറിയാമേ. അമ്മച്ചി എന്താ വെച്ച് പേടിച്ചിരിക്കുന്നത്? എന്ത് വെച്ച് പേടിച്ചിരിക്കുന്നത്? മനസ്സിലായില്ലേ? അമ്മച്ചി ആദ്യം നോക്കിയപ്പോഴത്തേന് ഇത് അമ്മച്ചിക്ക് വയ്യ. അമ്മച്ചി
ആണോ? അവിടെ ഇരിക്കാം മച്ചി. ബാ, കേറി വാ. അമ്മച്ചി എന്തോ ഞെട്ടിപ്പോയോ ഞങ്ങളെ കണ്ടിട്ട്? എന്താണെന്ന് ഞെട്ടണ്ടേ? സന്തോഷാണോ? ആരാണ് ഇത്? അമ്മ ഉറങ്ങണേരുന്ന അമ്മി ഉറങ്ങണേരുന്ന ഞങ്ങൾ വരുന്ന വിചാരിച്ചിട്ടാണ്. ഇതെയാ? അതെ.